മൊത്തത്തിൽ ചുവപ്പ് വിരിച്ചിട്ടുണ്ട്. അവിടെ ചുവന്ന് തുടുത്തു നിൽക്കുകയാണ് ആ പേരൂർക്കട ഈ ഭാഗത്ത്. അവിടെ പന്നിൻ്റെ വീടിൻ്റെ വലിയ കട്ടൗട്ട് കാണാം, വലിയ വാദ്യമേളങ്ങളുണ്ട്. ഘോഷമായി അവിടെ കലാശക്കൊട്ടിന് LDF കളം ഒരുക്കുന്നു. ഷഫീദ് റാവുത്തർ അവിടെ നിന്ന് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഷഫീദ്, അപ്പോൾ ഇപ്പോൾ കാണുന്ന കാഴ്ച അത് LDF ക്യാമ്പിൻ്റെയാണ്. അവിടെ വലിയ ആഘോഷം നടക്കുന്നു, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ? ഫയർ ഡാൻസ് അടക്കം ഉണ്ടെന്ന് തോന്നുന്നു. ഷഫീദ് സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലം, അവിടെ ഒരു മാസം നീണ്ട തിരഞ്ഞെടുപ്പ് പ്രചരണം, അതിന് കൊട്ടിക്കലാശം എത്തുമ്പോൾ ആ കട്ടുകലാശത്തിൽ സകല ആത്മവിശ്വാസവും മൂന്ന് മുന്നണികളും പ്രകടിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇതിനോടകം തന്നെ പേരൂർക്കടയിൽ മൂന്ന് പാർട്ടികളുടെയും പ്രവർത്തകർ എത്തിച്ചേർന്നിരിക്കുന്നു. വൈകിട്ട് 4:30 സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. ശക്തമായ ത്രികോണ മത്സരം, അടിയൊഴുക്കുകൾ സ്വാധീനിക്കപ്പെടുന്ന ഒരു മണ്ഡലം, സൂപ്പർ ക്ലൈമാക്സിൽ ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ അതിന്റെ അവസാന ഘട്ടത്തിൽ കൊട്ടിക്കലാശവേളയിൽ പരമാവധി ശക്തി പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. പേരൂർക്കടയെ സംബന്ധിച്ച് 3 പ്രധാന വഴികൾ ചേരുന്ന സ്ഥലമാണ് പേരൂർക്കട. പ്രത്യേകിച്ച് നെടുമങ്ങാട് നിന്നും ആളുകളെത്തുന്ന വഴി, നഗരത്തിൽ നിന്നും പ്രവർത്തകരെത്തുന്ന വഴി, ശാസ്തമംഗലം ഭാഗത്തു നിന്നും പ്രവർത്തകരെത്തുന്ന വഴി, അങ്ങനെ ഈ വഴിയിൽ നിന്നെല്ലാം ഇതിനോടകം തന്നെ പേരൂർക്കടയിൽ പ്രവർത്തകർ അണിനിരന്നിരിക്കുന്നു. സ്ഥാനാർത്ഥികൾ പ്രകടിപ്പിക്കുന്ന, പാർട്ടികൾ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസത്തിന്റെ പരകോടി നമുക്ക് ഈ കൊട്ടിക്കലാശവേളയിലും കാണാൻ സാധിക്കും. പന്ന്യൻ രവീന്ദ്രന് വേണ്ടി, രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി, ശശി തരൂരിന് വേണ്ടി പ്രവർത്തകർ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. വലിയ ആഘോഷ പരിപാടികൾ, അത് ചെണ്ടമേളം, ബാൻഡുമേളം, പതിവ് പരിപാടികളിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് കൂടുതൽ പുതുമയുള്ള കൊട്ടിക്കലാശ പരിപാടികൾ അടക്കമുള്ള കാര്യങ്ങൾ പേരൂർക്കടയിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഏത് തരത്തിലുള്ള ട്വിസ്റ്റും ക്ലൈമാക്സിൽ, സൂപ്പർ ക്ലൈമാക്സിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ് തിരുവനന്തപുരം. അപ്രതീക്ഷിതമായി എന്തും സംഭവിക്കാം. മാത്രമല്ല, സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് 3 പേരും അവസാന ലാപ്പിലും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ആത്മവിശ്വാസം പ്രവർത്തകർക്കുമുണ്ട് എന്ന് നമുക്ക് ഈ കൊട്ടിക്കലാശത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഒരുപക്ഷെ ദേശീയ ശ്രദ്ധ ആകർഷിക്കാൻ പോകുന്ന ഒരു മണ്ഡലമായി കൂടി ഇതിനെ കാണാൻ കഴിയും. UDFന് വേണ്ടി അവരുടെ വിശ്വപൗരൻ ക്യാമ്പയിനിൽ വരുന്ന ശശി തരൂർ, സാധാരണക്കാരുടെ മനുഷ്യൻ എന്ന വിശേഷണത്തോടുകൂടി, ടാഗ്ലൈനോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് എത്തിയ പന്ന്യൻ രവീന്ദ്രൻ, മൂന്നാമത് വികസനം ഉറപ്പിക്കാൻ ഒരു വോട്ട് എന്ന ടാഗ്ലൈനോടുകൂടി വന്ന രാജീവ് ചന്ദ്രശേഖർ, അങ്ങനെ 3 സ്ഥാനാർത്ഥികളും വലിയ കോൺഫിഡൻസ് പുലർത്തുമ്പോൾ ആ കോൺഫിഡൻസ് ഇവിടുത്തെ പ്രവർത്തകർക്കുമുണ്ട്. 4:30 സ്ഥാനാർത്ഥികൾ 3 പേരും കൊട്ടിക്കലാശം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും രാഷ്ട്രീയ പോര്, രാഷ്ട്രീയ അംഗം അത് കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ നിശബ്ദ പ്രചാരണത്തിന് മുൻപ് വലിയ തരത്തിലുള്ള ആവേശം അത് നമുക്ക് പ്രവർത്തകർക്കിടയിൽ പേരൂർക്കടയിൽ കാണാൻ കഴിയും. ഇതിനും അപ്പുറം ആളുകൾ പേരൂർക്കടയിലേക്ക് എത്തും. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ. കുറച്ചു നേരം അതിന്റെ ആംബിയൻസ് ഒന്ന് കേട്ടാലോ? അതെ. ആലോചിക്കുന്നതല്ല പ്രജിൻ, ഇനിയിപ്പോൾ ഇപ്പൊ 3 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഇനി 3 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. ആ എനർജി ഇവർ കാത്തു സൂക്ഷിക്കണമല്ലോ. ഇപ്പോൾ തന്നെ അവിടെ ഡാൻസും പാട്ടും ഒക്കെ അവർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത 3 മണിക്കൂർ കൂടി ബാക്കി വെക്കണം ഇത്, ഈ എനർജി. അണിയറയിൽ അപ്പോൾ അടുത്ത സംഘം വരാനിരിക്കുന്നത് പുറത്തെടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം സസ്പെൻസുകൾ ഒരുപാടുണ്ട്, രസക്കാഴ്ചകളുണ്ട്, കൗതുക കാഴ്ചകളുണ്ട്. അതിനെല്ലാം റെഡിയായി അവിടെ അണികൾ എത്തിയിട്ടുണ്ട്, പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ഒപ്പം സ്ഥാനാർത്ഥികൾ കൂടി എത്തുന്നതോടുകൂടി അത് ഇതിന്റെ പാരമ്യത്തിലേക്ക് എത്തും. ഷഫീദ് സൂചിപ്പിച്ചതുപോലെ തീപാറും അങ്ങനെ പ്രയോഗം ഷഫീദ് നടത്തി. തീപാറുന്ന രീതിയിലുള്ള ഒരു കലാശക്കൊട്ടായിരിക്കും തലസ്ഥാന നഗരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതിന്റെ ആദ്യ കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.